രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ചു എന്ന പരാതിയിലാണ് രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റ് സൈബർ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് സൈബർ പോലീസ് രാഹുലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമുണ്ടാവുന്നു. ഇന്നലെ സൈബർ പോലീസ് വൈകിട്ട് രാഹുലിൻ്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഫോണും ലാപ്ടോപ്പും അടക്കം ഉള്ള ഡിജിറ്റൽ തെളിവുകൾ കൂടി ശേഖരിക്കുന്നുണ്ട് അന്വേഷണ സംഘം. ഒരു പ്രതികരണം ലഭ്യമാവുന്നുണ്ട്. രാഹുൽ ഈശ്വറിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. ഇത് അർണേഷ് വിധിയുടെ നഗ്നമായ ലംഘനമാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. ഇത് അർണേഷ് വിധി, സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. This is freedom struggle for men and this is against the Arnesh Kumar verdict and they have not been served any notice. Police is claiming that they have served me notice. They have not served me any notice. So please remember, this is blatant disregard of Supreme Court verdict. ഇത് സുപ്രീം കോടതി വിധിന്യായങ്ങളുടെ ലംഘനമാണ്. ഇത് സുപ്രീം കോടതി വ്യാജ പരാതി, കള്ളക്കേസ് എന്നൊക്കെയുള്ള വാദമാണ് രാഹുൽ ഈശ്വർ ഉയർത്തുന്നത്. ഈ അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ ഈശ്വർ മാത്രമല്ല, KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, അതുപോലെ പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് ജില്ലാ നേതാവായിട്ടുള്ള രഞ്ജിത പുളിക്കൽ, അതുപോലെ അഭിഭാഷക ദീപ ജോസഫ് എന്നിവർക്കെതിരെ കൂടി കേസെടുത്തിട്ടുണ്ട്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സന്ദീപ് വാര്യർ കോടതിയെ സമീപിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ രാഹുൽ ഈശ്വറിന് വൈദ്യപരിശോധന വിവരങ്ങൾ. അർജിത്ത്, അല്പസമയം മുൻപാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് രാഹുൽ ഈശ്വറുമായി സൈബർ പോലീസ് സംഘം എത്തിയത്. ഇനി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയാണ് നടപടി. നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് പൗടിക്കോണത്തെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് സൈബർ പോലീസ് എത്തിയത്. അതിനുശേഷം അദ്ദേഹത്തോട് സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. അല്പസമയത്തിനുള്ളിൽ കോടതി, വഞ്ചിയൂർ കോടതിയിലേക്ക് രാഹുൽ ഈശ്വറുമായി അന്വേഷണ സംഘം എത്തും. രാഹുൽ ഈശ്വറിനെ കോടതിക്ക് മുൻപിൽ ഹാജരാകും. ഇതിൽ പലവിധത്തിലുള്ള ആകാംക്ഷയുള്ളത്. ഒന്ന്, വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ ചുമത്തിയിട്ടാണ് സൈബർ പോലീസ് ഇക്കാര്യത്തിൽ രാഹുലിനെതിരെ കേസെടുത്തത്. വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഹാജരാകാൻ പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ജാമ്യമുള്ള വകുപ്പ് പ്രകാരമായിരുന്നു കുറ്റം ചാർത്തിയിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ആ മൊബൈൽ ഫോണിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി നൽകിയ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ച ഒരു വീഡിയോ, അതിന്റെ കൃത്യമായിട്ടുള്ള ഔട്ട് കിട്ടി. ആ സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വറിനെതിരെ കൂടുതൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്താൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ വകുപ്പുകൾ ചുമത്തുകയുമായിരുന്നു. അങ്ങനെയാണ് അത് നോൺ ബെയിലബിളായി മാറിയത്. ഏതായാലും അല്പസമയം മുൻപ് അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. അപ്പോഴും രാഹുൽ ഈശ്വർ ആവർത്തിച്ച് പറയുന്നു പുരുഷ കമ്മീഷൻ വേണം. മാത്രമല്ല, ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പോസ്റ്റ് ഇടുന്ന രീതി അത് തുടരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം സൈബർ പോലീസിൽ നമ്മൾ വിവരം ശേഖരിക്കുമ്പോൾ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ചില പ്രവർത്തികൾ നടക്കുന്നതിന് രാഹുൽ ഈശ്വറും സഹായിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ. മാത്രവുമല്ല, അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള കമന്റുകൾ, അതേപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ രാഹുലിനെതിരെയുള്ള കുറ്റമായി രാഹുൽ ഈശ്വറിനെതിരെയുള്ള കുറ്റമായി സൈബർ പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഇതിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആകാംക്ഷയാണ്. ശാസ്തമംഗലം അജിത് കുമാറാണ് അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാവുക. എന്തൊക്കെ കാര്യങ്ങൾ നിരത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. അതേസമയം നമ്മൾ അല്പസമയം മുൻപ് നമ്മൾ നൽകിയ വാർത്തയായിരുന്നു, ഈ കേസിലെ മറ്റൊരു പ്രതിയും കോൺഗ്രസ് നേതാവുമായുള്ള സന്ദീപ് വാര്യർ അറസ്റ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. മറ്റു പ്രതികളും സമാനമായി ആന്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യുന്നു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ചില അഭിഭാഷകരെ സമീപിച്ചതായിട്ടൊക്കെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും രാഹുൽ ഈശ്വറിനെയായിരുന്നു ഈ കേസിൽ, അതായത് ഇരയെ അധിക്ഷേപിച്ച കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നടപടികൾ പൂർത്തിയാക്കി, തെളിവെടുപ്പടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹത്തെ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. അദ്ദേഹത്തിന്റെ പൗടിക്കോണത്തെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ലാപ്ടോപ്പുകൾ, അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണുകൾ, അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങൾ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ 5-ാം പ്രതിയായ രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഷഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.